വിശുദ്ധരുടെ മാധ്യസ്ഥത്തിലൂടെ അനേകം അത്ഭുതങ്ങൾക്ക് സാക്ഷിയാണ് നമ്മുടെ തിരുസഭ. ആഗസ്റ്റ് 28 ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് അഗസ്റ്റിൻ പുണ്യവാൻ. 354-430 കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദൈവശാസ്ത്രജ്ഞന്മാരുടെ ദൈവശാസ്ത്രജ്ഞനെന്നും വേദപാരംഗതരുടെ വേദപാരംഗതനെന്നും അറിയപ്പെടുന്ന പുണ്യവാനാണ് വിശുദ്ധ അഗസ്റ്റിൻ. ആഫ്രിക്കയിലെ തഗാസ്തെ പട്ടണത്തിൽ 354 വിശുദ്ധൻ ജനിച്ചത്. വിശുദ്ധൻ്റെ പിതാവ് ഒരു അക്രൈസ്തവനായിരുന്നു. മാതാവ് മോനിക്ക ഒരു ഉത്തമ ക്രിസ്തുമത വിശ്വാസിയുമായിരുന്നു. അശുദ്ധിയിൽ പാപങ്ങളിൽ മുഴുകി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. വിവാഹം കഴിക്കാതെ തന്നെ ഒരു കുട്ടി അദ്ദേഹത്തിന് ജനിച്ചിരുന്നു. ഇതിനു പുറമെ 9 വർഷം അഗസ്റ്റിൻ മാനിക്കേയൻ പാഷാണ്ഡത പ്രചരിപ്പിച്ചു. ഈ പാഷാണ്ഡത ശരിയല്ലെന്ന തിരിച്ചറിവ് തൻ്റെ 33-ാം വയസ്സിലാണ് അദ്ദേഹത്തിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗങ്ങൾ വളരെയേറെ സ്വാധീനിച്ചിരുന്നു. അമ്മയായ മോനിക്ക മകൻ്റെ മാനസാന്തരത്തിനായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്നു. ക്രൈസ്തവ മതം സ്വീകരിക്കണമോ എന്നതിനെ സംബന്ധിച്ച് അഗസ്റ്റിന് ഒരാശയക്കുഴപ്പമുണ്ടായിരുന്നു. ഒരു ദിവസം അസ്വസ്ഥമായ മനസ്സോടെ പൂന്തോട്ടത്തിലിരുന്ന് അദ്ദേഹത്തിന് ഒരു സ്വരം തന്നോട് സംസാരിക്കുന്നതായി അനുഭവപ്പെട്ടു. ആ സ്വരം ഇങ്ങനെ പറഞ്ഞു: എടുത്ത് വായിക്കുക, എടുത്ത് വായിക്കുക. പെട്ടെന്ന് അഗസ്റ്റിൻ തൻ്റെ അടുത്ത് വെച്ചിരുന്ന വേദപുസ്തകം തുറന്നു വായിച്ചു. അദ്ദേഹത്തിന് ലഭിച്ചത് വിശുദ്ധ പത്രോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അത് ഇപ്രകാരമായിരുന്നു: സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. 387 വിശുദ്ധ അംബ്രോസിൽ നിന്ന് അഗസ്റ്റിൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. 390 വൈദികനായി, 395 ഹിപ്പോ രൂപതയുടെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 103ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം ഇതിനോടകം രചിച്ചിരുന്നു. കത്തോലിക്ക മതത്തെ എതിർത്ത പാഷാണ്ഡ ശക്തികളോട് വളരെ ധീരമായി പോരാടിയ മറ്റൊരാൾ തിരുസഭയിൽ ഉണ്ടാവില്ല. 430 ഓഗസ്റ്റ് 28-ാം തീയതി വിശുദ്ധ അഗസ്റ്റിൻ തൻ്റെ 76-ാം വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു. നിത്യസമ്മാനത്തിനായി യാത്രയായി. വിശുദ്ധ ഓസ്റ്റിൻ, ഔറീലിയൂസ്, അഗസ്തീനോസ് എന്ന പേരുകളിലും വിശുദ്ധ അഗസ്റ്റിൻ അറിയപ്പെട്ടിരുന്നു. പാശ്ചാത്യ ക്രിസ്തീയ സഭയിലെ 4 മുഖ്യ സഭാപിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ അഗസ്റ്റിൻ. പുരാതന വിശ്വാസത്തെ പുതുക്കി സ്ഥാപിച്ചയാൾ എന്ന് വിശുദ്ധ ജെറോം അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ദൈവകൃപ കൂടാതെ മനുഷ്യർക്ക് ജീവിക്കാൻ സാധിക്കില്ലെന്ന ഉറച്ച വിശ്വാസം ഉള്ള ഒരു വ്യക്തിയാണ് വിശുദ്ധ അഗസ്റ്റിൻ. നമുക്കും നമ്മുടെ കൂടെ ആയിരിക്കുന്നവർക്കും വേണ്ടി വിശുദ്ധ അഗസ്റ്റിനോട് ദൈവപിതാവിനോട് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. വിശുദ്ധ അഗസ്തീനോസെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.